എല്ലാ കൂട്ടുകാർക്കും സൃഷ്ടീസ് മാജിക്കിൻ്റെ നവരാത്രി ആശംസകൾ. ഇന്ന് നിങ്ങളോടൊപ്പം സൃഷ്ടീസിൽ നിന്നും ശ്രീലക്ഷ്മിയും സിവിയും. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ലഡു ആണ്. നോർമലി നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ബൂന്തി ലഡുവാണ്. ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള ഒരു രീതിയാണ്. ഇതാണ് ഞങ്ങൾക്ക് ഇത്തിരിയും കൂടി എളുപ്പമായ രീതിയായിട്ട് തോന്നിയത്. അത് നിങ്ങളുമായിട്ട് ഞങ്ങളൊന്ന് ഷെയർ ചെയ്യണം. സാധാരണ നമ്മൾ ബൂന്തി ലഡു ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിലേക്കും ആവശ്യമുള്ളത്. പക്ഷേ ഉണ്ടാക്കുന്ന രീതിക്ക് മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് 1 കപ്പ് കടലമാവ്, 1 കപ്പ് ഷുഗർ, വെള്ളം ആവശ്യത്തിന്. വെള്ളം നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാനും ആവശ്യമുണ്ട്, കടലമാവിൽ ബാറ്റർ റെഡിയാക്കാനും ആവശ്യമുണ്ട്. മഞ്ഞൾപ്പൊടി, പഞ്ചസാര പാനിയിലേക്ക് വേണ്ടിയിട്ട് കാർഡമം പൗഡർ, ഏലക്കാപ്പൊടി, വേണമെങ്കിൽ നമുക്ക് കരയാമ്പും കൂടി ആഡ് ചെയ്യാം. ഇത് ഫ്രൈ ചെയ്യാനായി 150 ml നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ മിക്സ് ചെയ്യാം. കടലമാവും മഞ്ഞൾപ്പൊടിയും 1 നുള്ളു ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ബാറ്റർ ദോശമാവിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ലഡുവിന് കളർ ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ബേക്കറിയിലൊക്കെ കാണുന്ന പോലെ കളർ നല്ലപോലെ യെല്ലോയിഷ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി തന്നെ യൂസ് ചെയ്യായിരിക്കും നല്ലത്. മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ലഡുവിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, നല്ല രുചി തന്നെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇത് ഒരു 20 മിനിറ്റ് സെറ്റാവാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടായ പാനിലേക്ക് നെയ്യ് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ബാറ്റർ നമ്മൾ ഈ ചൂടായ നെയ്യിലേക്ക് സാധാരണ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഒഴിക്കുന്നത്. ഇതാണ് നമ്മൾ ബൂന്തി ലഡു ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മൾ അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. വല്ലാതെ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ഇതൊരു ക്രിസ്പി മോഡലാവും. അപ്പോൾ നമ്മൾ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു 5 സെക്കൻഡ് മതി. 5 to 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മളിത് റെഡിയാവും. അത് നമ്മൾ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റും. ഇനി അത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ പഞ്ചസാര പാനി റെഡിയാക്കാം. അതിന് വേണ്ടി നമ്മൾ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്ത് ആവശ്യത്തിന്, നമ്മൾ ഏലക്കാപ്പൊടിയും കരയാമ്പും ഓപ്ഷണലാണ് കേട്ടോ, അത് ഇഷ്ടമുള്ളവർക്ക് മാത്രം ആഡ് ചെയ്താൽ മതി. നല്ലതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ തിളപ്പിക്കുക. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കുന്നത്. ഇത് നമ്മളൊരു ഒറ്റനൂൽ പരുവെന്ന് പറയും. അപ്പോൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അധികം ചൂട് കൈ പൊള്ളിക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ വല്ലാതെ അങ്ങോട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. ഇനി നമ്മളുടെ പൾസ് ചെയ്ത ഈ ഐറ്റം നമുക്ക് നേരെ പഞ്ചസാര പാനിയിലേക്ക് ചേർക്കാം. നമ്മൾ എടുത്ത അളവുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഇത് കറക്റ്റ് അനുപാതത്തിൽ വരും. അപ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ പഞ്ചസാര പാനിയുടെ ഈർപ്പത്തിൽ നിൽക്കുകയാണെന്ന് തോന്നും, പക്ഷെ അതൊന്ന് തണുത്ത് വരുമ്പോൾ അത് സെറ്റായിക്കോളും. ഇനി ഇത് ഒന്ന് ചൂടാറുമ്പോൾ, അതായത് കയ്യിൽ നമ്മൾ പിടിക്കാറുന്ന ഒരു പരുവാകുമ്പോൾ, വല്ലാതെ തണുത്തും പോകരുത്, ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഉരുളകളായിട്ട് എടുക്കാം. അതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യാം, അതൊരു മയത്തിന് വേണ്ടിയിട്ടാണ്. നെയ്യുടെ മണം രുചിയൊക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആ ചൂട് പോകുന്നതിന് മുന്നേ അത് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, കൽക്കണ്ടം ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ഉരുളകളാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചൂട് അധികം പോവാൻ നിൽക്കരുത്. അതിന് മുന്നേ തന്നെ ഉരുളകളാക്കി എടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഷേപ്പ് കിട്ടില്ല. വളരെ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ലഡു ആണിത്.
ബൂന്തി അല്ലാതെ ഈ ഒരു ഐറ്റം എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം. നമുക്ക് 30-45 മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഈ നവരാത്രിക്ക് ഇത് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് സൃഷ്ടിസ് മാജിക്. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.